ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമല്ലേ? അപ്പോൾ ഇന്ന് പുതിയ വീഡിയോയിലേക്ക് എന്താ ഞാൻ പറയുന്നതെന്നാൽ, എൻ്റെ തമിഴ് ചാനലിൽ ശിവനെ പറ്റിയുള്ള വീഡിയോകളാണ് ഞാൻ ഇടുന്നത്. അത് ഒരു രണ്ട് വർഷമായി ഞാനത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ആ ചാനലിൽ ഞാനൊരു വീഡിയോ ഇടും. ഒരു സിദ്ധർ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു സ്പീച്ച് കൊടുക്കുന്ന മാതിരി ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് വന്ന കമൻറ്റാണിത്. നിങ്ങൾക്ക് തമിഴ് പഠിക്കാൻ അറിയില്ലല്ലോ അല്ലേ? അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട് കാമത്തെ വെറുത്ത മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അതൊരു നല്ലൊരു ടോപ്പിക്കാണെന്ന് എനിക്ക് തോന്നി സംസാരിക്കാൻ. അതൊരു ചർച്ചയ്ക്ക് നിറയെ പേര് ചർച്ച ചെയ്തിരിക്കുന്ന ഒരു വിഷയമാണിത്. എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ പറയേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലകത്ത് പറയുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഗൗരവമുള്ള ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിറയെ പേർക്ക് ഇതേമാതിരിയുള്ള ഒരു വിചാരങ്ങളുണ്ട്. അതായത് ശിവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെക്സ് സംബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ഈടുപെടാൻ പാടില്ല. ഏതോ ഒരു കാവ്യമൊക്കെ കെട്ടിയിട്ട് ഏതോ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി ഇന്ന് സന്യാസിയെ പോലുള്ള ജീവിതം നയിക്കുന്നവരാണ് ശിവനെ ആരാധിക്കുന്നത് അല്ലെങ്കിൽ ശിവനെ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളൊരു ധാരണ നിറയെ പേരുടെ മനസ്സിലുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നിറയെ ന്യൂ ജനറേഷൻസാണ് ശിവൻ്റെ ഭക്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നിറയെ പേര് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൈവശക്തിയാണ് ഈ ശിവൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ കമൻറ്റിലിട്ട ഒരു സുഹൃത്ത്, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് കാമം അതിനെ വെറുത്ത് ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്നാണ്. അങ്ങനെ ഒരു അഭിപ്രായമാണ് ആ സുഹൃത്ത് പറയുന്നത്. അപ്പോൾ ശിവനെ പ്രാർത്ഥിക്കുന്നവർക്കാണോ ഈ ഒരു കാമം വേണ്ടാത്തത്? അല്ലെങ്കിൽ അവരായാണ് അതിനുള്ള യോഗ്യതയില്ലേ? അപ്പോൾ ഒരു തെറ്റായ ഒരു ധാരണയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഈ കാമം എന്ന് പറയുന്ന ഒരു വിഷയം മനുഷ്യൻ്റെ നിസ്വാർത്ഥമായ ഒരു ആഗ്രഹമല്ല. അതെന്താണെന്ന് ചോദിച്ചാൽ അതൊരു പ്രകൃതിദത്തമായ ഒരു വികാരമാണ്. അത് മനുഷ്യനെന്നല്ല, എല്ലാ ജീവജാലങ്ങളിലും ചെടികൊടികളിലും എല്ലാം ഉള്ള പ്രകൃതിദത്തമായ ഒരു വികാരമാണ് കാമം. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് എന്താണെന്നാൽ, ആശകൾ നിയന്ത്രിക്കണം, ഇല്ലെങ്കിൽ അതിൽ അടിമയാകുമെന്നാണ്. എല്ലാ ആശകളും നമ്മൾക്ക് വേണം, പക്ഷേ അത് അമിതമാകുമ്പോഴാണത് നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്. ഉദാഹരണം നമ്മൾ എടുത്താൽ ഈ തീ നമ്മൾ അടുപ്പിൽ കത്തിച്ച് അത് നമുക്ക് രുചിയേറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്ത് നമ്മൾക്ക് കഴിക്കാൻ ആ തീ നമ്മൾക്ക് ഉപകരിക്കും. അതേസമയം ചെറുതായി ഒരു അശ്രദ്ധ അതിനകത്തുണ്ടായെങ്കിൽ എങ്ങനെയെങ്കിലും ആ തീ ഒന്ന് പടർന്ന് കത്താൻ തുടങ്ങിയാൽ ഒരു വീടെന്നല്ല, ഒരു നാട് മൊത്തം അത് എരിച്ച് ചാമ്പലാക്കി കളയും. അപ്പോൾ അതുപോലാണ്, ഒരു തീ പോലാണ് ഈ കാമം എന്ന് പറയുന്നത്. അത് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതൊരു ആത്മ തത്വമാണത്. അപ്പോൾ അത് അധികമാകുമ്പോൾ ഈ ലോകത്തെ തന്നെ അത് നശിച്ചു കളയാൻ പറ്റുന്ന ഒരു അത്രയ്ക്ക് തീവ്രമാണത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കേട്ടിട്ടുണ്ട് കാമദേവൻ ഭഗവാനെ അല്ലാതെ ശിവനെ ധ്യാനത്തിൽ നിന്ന് ഉണർത്തിയത് ആ വിഘ്നം സൃഷ്ടിക്കാൻ വരുമ്പോൾ തൻ്റെ മൂന്നാമത്തെ തൃക്കണ്ണ് തുറന്ന് കാമനെ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ സന്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, കാമം വേണ്ട എന്നല്ല, ധ്യാന സമയത്ത് പോലും മനസ്സിനെ തളരാത്തതാക്കി സംരക്ഷിക്കണം. അപ്പോൾ ഈ കാമത്തെ വെല്ലാൻ തക്ക നമ്മൾക്ക് ഒരു ആത്മശക്തി ഉണ്ടാകണമെങ്കിൽ അത് ധ്യാനത്തിലൂടെയാണ്. ആ ധ്യാനത്തിൽ അത് നമ്മൾ ഉൾക്കൊണ്ടുമ്പം നമ്മളെ വേറെ ഒരു വെളിപ്പടയായിട്ടുള്ള ഒരു വിഷയങ്ങളും നമ്മളെ അത് ബാധിക്കില്ല. കാമം ആ ഒരു വിഷയം അത് നശിപ്പിക്കേണ്ട ഒരു കാര്യമല്ല, അതിനെ കീഴടക്കാനാണ് പഠിക്കേണ്ടത്. അത് നമ്മൾക്ക് ആവശ്യമാണ്, പക്ഷേ അത് നിയന്ത്രണത്തോടെ നമ്മളത് ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമ്മൾക്കതിനെ ജയിക്കാൻ പറ്റുന്നത്. അതാണ് ഭഗവാൻ അവിടെ ഉണർത്തിക്കുന്ന ഒരു വിഷയം. ശിവഭക്തൻ എന്ന് വെച്ചാൽ അതൊരു എല്ലാവരും വിചാരിക്കുന്ന ഒരു ആത്മീയതയുടെ ഒരു വഴിയാണെന്ന്. എന്നാൽ ഈ ആത്മീയത, ശരിക്കുള്ള ആത്മീയത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ദേഹത്തിനെ പറ്റിയും നമ്മുടെ ആത്മാവിനെ പറ്റിയും നമ്മൾ പഠിക്കുന്നതാണ് ആത്മീയത.
അതല്ലാതെ ഒരമ്പലത്തിൽ പോയി ഒരു ഭൗതിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിലോ ഏതെങ്കിലും ഒരു മൂർത്തിയെയോ സന്തോഷിപ്പിക്കാനോ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തികളൊന്നുമല്ല ആത്മീയത. അതെല്ലാം വെറും ഭക്തി. അതെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഓരോ വിഷയങ്ങളാണത്. അതിനെ ഭക്തിയെന്ന് പറയാം, പക്ഷേ അത് ആത്മീയതയല്ല. ആത്മീയതയെന്ന് പറഞ്ഞാൽ നീ നിന്നെ അറിയുക, നിന്നിലുള്ള ആത്മാവിന് എന്താണ് വേണ്ടതെന്ന് അറിയുക. അതാണ് ശരിയായ ആത്മീയത. അതാണ് ശിവൻ പഠിപ്പിക്കുന്നത്. അപ്പം തൻ്റെ ഭക്തൻ്റെ ദേഹം, മനസ്സ്, ആഗ്രഹങ്ങൾ എന്നിവയെല്ലാമേ ശിവനിൽ അർപ്പിക്കുകയാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ തിരുമൂലർ എന്ന് പറഞ്ഞ ഒരു സിദ്ധർ തൻ്റെ കാമം തികച്ചും ആത്മീയമായി ചിന്തയാക്കി മാറ്റിയ ഒരു സിദ്ധരായിരുന്നു. ഈ സിദ്ധറുകളുടെ ചരിത്രം എടുത്താൽ ഈ സിദ്ധറുകളെല്ലാം ലൗകികമായ ജീവിതത്തിൽ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞതിന് ശേഷമുള്ള ജീവിതമാണ് അവർ അതിലിരുന്നു കൊണ്ടാണ് അവർ ഭഗവാനെ അറിയാൻ ശ്രമിച്ചത്. അപ്പോൾ അവരാരും ഈ കാമം എന്ന് പറഞ്ഞ ഒരു വിഷയത്തെ ഒഴിവാക്കിയിട്ടല്ല, എന്നാൽ അതിൽ നിന്നുള്ള ഊർജം ദൈവത്തിൽ ലയിപ്പിച്ചിട്ടാണ് അവർ ജീവിച്ചത്. ആ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് അതിനെ നിയന്ത്രിച്ച് ഭഗവാനെ അടഞ്ഞവരാണ് എല്ലാ സിദ്ധർ പെരുമക്കളും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സിദ്ധന്മാരെന്താണ് ഈ കാമത്തെ പറ്റി പറയുന്നതെന്ന് ചോദിച്ചാൽ, ശരീരത്തെ നമ്മൾ ചില നിയന്ത്രണങ്ങൾ കൊണ്ട് തളച്ച് നമ്മൾ ഇല്ലാതാക്കേണ്ട ഒരു വിഷയമല്ല. അതിനെ നമ്മൾ നമ്മുടെ ആത്മീയ പവർ കൊണ്ട് നമ്മളെ ഉയർത്തണം. അതിനാണ് ഈ ധ്യാനങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്നത്. അല്ലാതെ നമ്മുടെ എന്തെങ്കിലും ഒരു ഭൗതികമായ ആവശ്യങ്ങൾ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടല്ല. അതെല്ലാം നമ്മുടെ ആശകളാണ്, ആഗ്രഹങ്ങളാണ്. അതെല്ലാം നമ്മൾക്ക് നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ആത്മാവിനെ നമ്മൾ ബലപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരു ആത്മാവിനാണ് നമ്മൾ ബലം കൂട്ടേണ്ടത്. അതിനുള്ള വഴികളാണ് നമ്മൾ ആത്മീയതയിലൂടെ ചിന്തിക്കേണ്ടത്. അപ്പോൾ കാമം എന്ന ഒരു വിഷയം ഈ ശരീരതലത്തിൽ തന്നെ നിൽക്കുന്ന ഒരു വിഷയമല്ല, അതൊരു വികാരമാണ്. ആ വികാരത്തെ നിയന്ത്രിക്കുന്നതാണ് ശിവഭക്തർ ഈ ധ്യാന നിലയിലേക്ക് പോകുമ്പോൾ അതിലൂടെ അവർ ആർജിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ശിവഭക്തർ ലൗകിക ജീവിതം വിട്ട് വെളിയിൽ പോകേണ്ട ആൾക്കാരല്ല. ആ ലൗകിക ജീവിതത്തിൽ, അതായത് ഒരു ഭാര്യയായിരുന്നാൽ സ്വന്തം ഭർത്താവിനെ ശിവൻ്റെ രൂപത്തിൽ കാണുമ്പം, ശിവനായി കാണുമ്പോൾ ശിവനെ അവിടെ സ്നേഹിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. ശിവന് മേലെ പ്രേമമല്ലേ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ശിവനെ നമ്മളത് വേറെ ഒരു ദൈവമായിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല, നമ്മുടെ ഭർത്താവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അവിടെ കാമമാണുള്ളത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ശിവനെ, ഭർത്താവിനെ ദൈവതുല്യമായിട്ട് കരുതണം എന്ന് ഈ പഴയ ആൾക്കാരൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ശിവനായിട്ട് കാണണം. ശിവഭഗവാനായിട്ട് കണ്ടു കഴിയുമ്പം ആ ഭഗവാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മളത് ചെയ്തു കൊടുക്കണം. നമ്മളൊരു ഭക്തയാണ്. ആ ഭക്ത നമ്മൾ ആ ഭർത്താവ് ആഗ്രഹിക്കുന്ന സമയത്തെല്ലാം നമ്മളത് ആ ഒരു കാര്യം അവരാഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ആ സമയത്ത് അത് ചെയ്തു കൊടുക്കണം. അവരാഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ അമ്പലത്തിൽ പോവുക, പൂജ ചെയ്യുക, വ്രതമെടുക്കുക എന്ന് പറഞ്ഞ് നമ്മളത് ഒഴിവാകുമ്പോൾ ഭഗവാന് അവഗണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ സ്ത്രീയും മനസ്സിലാക്കേണ്ട കാര്യമാണത്. അവിടെ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങളെ അവഗണിച്ച് നമ്മളത് എനിക്കിവിടെ പോകണം എന്ന് പറഞ്ഞ് നിങ്ങളത് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ആ ഭർത്താവിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു പ്രതികരണം കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ അമ്പലത്തിൽ പോയതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനമുള്ളത്? ഇതിങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമ്മുടെ ആത്മാവിനെ ഉണർന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇതിങ്ങനെയൊക്കെയുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകുകയുള്ളൂ കൂട്ടുകാരെ. ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഭർത്താവിന് കറക്റ്റ് സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹം, ആ ഒരു കാമം, ആ ഒരു കാതൽ കൊടുത്തു കഴിയുമ്പം ഭർത്താവ് നിങ്ങളിൽ അനുഗ്രഹീതനാകും. അതായത് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. അല്ലാതെ ഭർത്താവിനെ തെറ്റുകാരനാക്കിയോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ഭാഗത്ത് എങ്ങനെയാണെന്ന് ചിന്തിക്കണം. ഭർത്താവിനെ അവഗണിച്ചുകൊണ്ട് ദൈവത്തെ തേടി പോകരുത്. ഭർത്താവിനെ ദൈവമായിട്ട് കാണണം. അപ്പോൾ മാത്രമാണ് ആ കുടുംബജീവിതത്തിൽ ഒരു ഭാര്യ ജയിക്കാൻ പറ്റുന്നത്. ആ ഒരു തെറ്റിദ്ധാരണ നിറയെ പേരുടെ ഇടയിൽ ഉള്ളതുകൊണ്ടാണ് നിറയെ പേരുടെ ജീവിതം നശിച്ചു പോകുന്നത്. പണ്ടുള്ളവർ പറയും, ഈ നമ്മൾ ഭർത്താവിനുമായിട്ട് നമ്മൾ ഒന്നിച്ച് ഇരുന്ന് കഴിയുമ്പം ആ ഒരു സന്തോഷത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഭഗവാനെ സ്മരിക്കണമെന്നാണ് പറയുന്നത്. ഭഗവാനെ സ്മരിക്കണം. അപ്പോഴാണ് ആ ഒരു ക്രിയ ഇവിടെ സമ്പൂർണ്ണമാകുന്നത്. അപ്പോഴെങ്ങനെയാണ് ശിവൻ കാമത്തെ വെറുക്കുന്ന ഒരാളാകുന്നത്?
അപ്പോൾ ഈ കമൻ്റ് ഇട്ട ആളിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എനിക്കിങ്ങനെ ഒരു വിഷയം എടുത്ത് തന്നത്, എനിക്കിങ്ങനൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കാനുള്ള ഒരു ചാൻസ് കൊടുത്തതിന് ആ പുണ്യാത്മാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ കൂട്ടുകാരെ, ശിവനെ പ്രാർത്ഥിക്കുന്നതിൽ കാമത്തെ വിട്ടിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കാമത്തിന് എവിടെയെന്ന് അറിയുന്ന ഒരു ജ്ഞാനമാണത്. സത്യത്തിൽ കാമം തോൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ ഭക്തി. അതാണ് ഞാനിപ്പോൾ പറഞ്ഞില്ലേ ആ വിഷയങ്ങളിൽ. അപ്പോൾ കാരണം ഭക്തൻ ഒരിക്കലും തൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നില്ല. ആ ഭക്തൻ ഒരു ശരിയായ ഒരു ഭക്തനാണെങ്കിൽ ഭഗവാൻ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. അത് അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഭർത്താവിൻ്റെ കാര്യം. അത് നിറയെ സ്ത്രീകൾക്ക് വന്ന് കുടുംബജീവിതത്തിൽ സന്തോഷമില്ലാതെ പോകുന്നതിൻ്റെ അവസ്ഥ ഈ സത്യങ്ങളൊന്നും ആകാതെ അവർ ജീവിക്കുന്നത് കൊണ്ടാണ്. കുറച്ചൊക്കെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ അംഗീകരിച്ച് കൊടുത്തു കഴിയുമ്പം നമ്മൾക്ക് ജീവിതത്തിൽ സന്തോഷങ്ങൾ, ആ ഒരു സന്തോഷമാണ് ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഭർത്താവിനെ മനസ്സിലാക്കാതെ, ഭഗവാന്റെ ചൈതന്യമാണ് ഭർത്താവെന്ന് മനസ്സിലാക്കാതെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ നിങ്ങളോടും ഇത് തന്നെയാണ് കൂട്ടുകാരെ പറയുന്നത്. അപ്പോൾ ഭക്തി ഒരിക്കലും നമ്മൾ കാമത്തിന് വേണ്ടിയിട്ട് തള്ളിക്കളയാനോ ഭക്തിക്ക് വേണ്ടിയിട്ട് കാമത്തിനെ തള്ളിക്കളയാനോ പറ്റാത്ത ഒരു വിഷയമാണ്. അത് ദൈവീകമായി മാറ്റാനുള്ള ഒരു ശക്തിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ശിവനെ സ്മരിക്കുന്നവർ, ശിവനെ പ്രാർത്ഥിക്കുന്നവർ, ശിവനെ സ്നേഹിക്കുന്നവർ, അതൊരു എന്താ അതിന് പറയുന്നത്, ആ ഒരു അഭിമാനമോ അല്ലെന്നുള്ളിൽ തനിക്കുള്ള ആ ഒരു ആഗ്രഹങ്ങളെ ക്രമപ്പെടുത്തി, അതൊരു ചിട്ടയോടുകൂടി അതിനെ ക്രമപ്പെടുത്തി ഭഗവാനെ സ്നേഹിച്ച് ആ ആത്മീയ തലത്തിലേക്ക് അവർ ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശിവൻ ഒരിക്കലും കാമത്തെ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഭഗവാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാം, അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് വേണം ഭഗവാനെ സ്നേഹിച്ച് ഭർത്താവിനെ നമ്മൾ ആ ഒരു കരുതലോടെ നമ്മൾ സ്നേഹിച്ച് നോക്ക്. അവരിൽ നിന്നുള്ള എല്ലാ എല്ലാ ഒരു ഇതും നമുക്ക് കിട്ടും. അതേപോലെ പുരുഷന്മാരും അവരുടെ സ്ത്രീകളെ ശക്തിയായിട്ട് അംഗീകരിക്കുക. അവരുടെ ആവശ്യങ്ങളെ അംഗീകരിച്ച് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം ഒരുപാട് സന്തോഷമാകും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ധാരണയുണ്ടാകും. ശിവനും ശക്തിയും ആ ഒരു ധാരണയോടുകൂടി ജീവിച്ചെങ്കിൽ മാത്രമേ ജീവിതം സുഭിക്ഷമാകുകയുള്ളൂ. ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല കാമത്തെ വിട്ട് ജീവിക്കണമെന്ന്. എല്ലാ സിദ്ധറുകളും ലൗകിക ജീവിതം അനുഭവിച്ചിട്ടാണ് അവർ ആ ഒരു സിദ്ധനിലയിലേക്ക് വന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കമൻ്റ് സുഹൃത്തിന് ഒരുപാട് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശിവൻ എന്ന തത്വത്തെ മനസ്സിലാക്കുക, ശിവനെ ഉണരുക. ശിവൻ നമ്മളിലാണ് ശിവം ഇരിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അമ്പലത്തിലിരിക്കുന്ന ആ ഒരു ഭഗവാന് വേണ്ടുന്ന മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് വീട്ടിലിരിക്കുന്ന ശിവനെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ അത് തേടി പോകുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമാധാനം നിങ്ങൾക്ക് നിങ്ങളുടെ വീടാകുന്ന കോവിലിൽ ഉണ്ടാവില്ല. ആ സത്യം മനസ്സിലാക്കുക എല്ലാവരും. ഓക്കെ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.